അപ്രമാദിത്വമൊന്നും ഈ ഉമ്മത്തിൽ ആർക്കുമില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ട നേതാവാണ്. ബാക്കി ഏത് നേതാവിനെയും, ഏത് സയ്യിദിനെയും, ഏത് ആലിമിനെയും, ഏത് ഖാദിയെയും ഈ ഉമ്മത്ത് അനുസരിക്കുന്നത് അള്ളാഹുവിനോടുള്ള നിഅമത്തിന്റെ വിധേയത്വത്തിന്റെ പേരിൽ മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിന് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ ഖാദിമാരെ നമ്മൾ ആദരിക്കും, ഖാദിമാരുടെ തീരുമാനങ്ങൾ അനുസരിക്കും, പണ്ഡിതന്മാരനുസരിക്കും, അതിൽ വിമർശിക്കൂല. അതേസമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദരണീയരായ അയിമ്മത്തുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത ആരോടും ഈ ഉമ്മത്തിനില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഉസ്താദിൻ്റെ പേര് ചെറുശേല അബ്ദുൽ ജലീൽ സഖാഫി എന്നാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഇതേ വാക്കുകളാണ് നമ്മൾ ഒന്നാമത്തെ വീഡിയോ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് നമ്മൾ നിരുപാധികമായിക്കൊണ്ട് അനുസരിക്കേണ്ടത്. അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനവുമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ എന്ന സൂറത്ത് നിസായിൽ 59-ാമത്തെ ആയത്ത് ഇത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെയും അടിസ്ഥാനം. അത്തിഉല്ല, അള്ളാഹുവിനനുസരിക്കണം, വ അത്തിഉർ റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം. എന്നാൽ ഉമറാക്കൾ അനുസരിക്കണമെന്ന് അത് കഴിഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ അത് നിരുപാധികമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. ഉമറാക്കൾ, കൈകാര്യകർത്താക്കൾ, ഭരണാധികാരികൾ, അവരിലൊക്കെ എന്തെങ്കിലും വിരുദ്ധ അഭിപ്രായം വന്നാൽ അത് നമ്മൾ കിതാബുള്ളയിലേക്കും സുന്നത്ത് റസൂലുള്ളയിലേക്കും പരിശുദ്ധ ഖുർആനിലേക്കും സ്വഹീഹായ ഹദീസിലേക്കും മടക്കണം എന്ന് തന്നെയാണ്. ഇന്നലെ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ വ്യക്തമായിക്കൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല ആളുകളും കിതാബോധി പഠിക്കടാ, അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ ചെയ്തിരുന്നു. ഇവിടെ ചെറുശേല അബ്ദുൽ ജലീൽ സഖാഫി എന്ന് പറയുന്ന സഖാഫത്തു സുന്നിയയിൽ നിന്ന് ബിരുദമെടുത്ത് ഖത്തീബായിക്കൊണ്ടും ഇമാമായിക്കൊണ്ടും സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം പറയുന്ന ആ വാക്കുകളിൽ വിരുദ്ധമായിക്കൊണ്ട് ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്, സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് അവിടേക്ക് ശത്രുക്കൾ വരികയാണെങ്കിൽ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. അവിടെ മറ്റൊരു വഴിയില്ല. സൗർ ഗുഹയ്ക്ക് മുൻവശത്തുള്ള ആ ഒരു ഭാഗം മാത്രമാണ് വഴിയായിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു ദ്വാരത്തിലൂടെ, ഒരു വഴിയിലൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാഗത്തു കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു ബഹറുണ്ട്. ബഹർ കടലാണ്. ആ കടലിൽ ഒരു കപ്പലുണ്ട്. അവർ കാണുകയാണെങ്കിൽ ആ കപ്പൽ വഴി, ആ കടലിലുള്ള കപ്പൽ വഴി രക്ഷപ്പെടാം എന്നുമാണ് പറയുന്നത്. ഇത് പിന്നീട് മറ്റൊരു ഭാഗത്ത് ഇവർ പറയുന്നുണ്ട്, ഒരു കിതാബിലുണ്ട്, അത് മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് രണ്ടാമത് ഇന്നലത്തെ ആ വീഡിയോയിൽ കാണിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് പല തടിയുണ്ട്, പല ഭാഗത്ത് അവർക്ക് തടികളുണ്ട്, ശരീരങ്ങളുണ്ട്, ജസദുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ടെങ്കിൽ ഔലിയാക്കളുടെ ഔലിയ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ? അതുപോലെ തന്നെ സഹാബത്തെ കിറാമിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്, ഒരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൗർ ഗുഹയിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയാത്ത് നടത്തുമ്പോൾ അവിടെ താൻ കിടക്കുന്ന സ്ഥലത്ത് തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കിടത്തി പുതപ്പിട്ട് എന്നിട്ടാണ് അവിടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ട് പോരുന്നത് മദീനയിലേക്കുള്ള ഹിജ്റയാത്തിൽ. എന്തിനെ റസൂലുള്ള അങ്ങനെ കാണിച്ചത്? ഒരു തടിയും കൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജ്റയാത്ത് നടത്തുകയും മറ്റൊരു തടി കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി ആ വിരിപ്പിൽ തന്നെ കിടക്കുകയും ചെയ്തുകൂടായിരുന്നില്ലേ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു തടിയേ ഉള്ളൂ, ഒരു ശരീരമേ ഉള്ളൂ. ആ ഒരു ശരീരം കൊണ്ട് തന്നെയാണ് 23 വർഷക്കാലം ദഅവത്ത് നടത്തിയതും 23 വർഷക്കാലത്തിന് മുമ്പുള്ള 40 വർഷം ജീവിച്ചതും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു കിതാബ് എന്ന് പറയപ്പെടുന്ന പാള കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ, അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ദീന് തന്നെയാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശിർക്ക് എന്ന് പറയുന്ന വൻ പാതകത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ശിർക്ക് എത്രത്തോളം വലിയ ഒരു പാതകമാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും അത് വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയത്തിൽ പറയുന്ന നമ്മൾ മുൻപ് കാണിച്ചാണ്, ഒരിക്കൽ കൂടി നമ്മളൊന്ന് കണ്ടുവരാം. വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന, അല്ലാഹുവിന് തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹിസ്സലാം ആണെങ്കിലും, ഈസാ നബി അള്ളാഹുവിന് തുല്യനായി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഒട്ടുമിക്ക ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെ പോലെ ഒരു അല്ല ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്നാണ്. അല്ല, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളിൽ, അള്ളാഹുവിൻ്റെ ദാത്തിൽ എന്തിലെങ്കിലും ഒന്നിൽ പങ്കുകാരുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവർ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു പറയുമ്പോൾ, ഉപ്പാപ്പ കുട്ടിനെ കൊണ്ട ഉപ്പാപ്പ, ഉപ്പാപ്പ പൊറുത്തു കൊണ്ട ഉപ്പാപ്പ ഹിദായത്ത് കൊണ്ട ഉപ്പാപ്പ മഴ കൊണ്ട ഉപ്പാപ്പ എന്ന് പറയുന്ന അത് ഏത് ഉപ്പാപ്പയാവട്ടെ, ഇവിടെ നമ്മളൊക്കെ എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ ആദ്യം പറയപ്പെട്ടിരുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള വീരാൻ ഔലിയ എന്ന് പറയുന്ന ആ ഉപ്പാപ്പയായിരുന്നു. അത് വിളിച്ചു തേടുന്നതായിട്ടൊന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അന്നൊക്കെ വീരാൻ ഔലിയയുടെ ഹക്ക്-ജാഹ് ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ബദ്രീൻ്റെ ഹക്ക്-ജാഹ് ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷേഖ്, റിഫായി ഷേഖ് പോലെയുള്ള ആളുകളുടെ ഹക്ക്-ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അള്ളാഹുവേ എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ബിദ്അത്താണ് എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. പിന്നീട് കുറച്ച് കാലമായിക്കൊണ്ട് CM മടവൂർ എന്ന് പറയുന്ന ആ ഒരു ആളെക്കുറിച്ച് ഇല്ലാത്ത കുറേ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് സാധുവായ ഒരു മനുഷ്യനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഞാൻ അള്ളയാണ് എന്നടക്കം പറഞ്ഞു. അത് പിന്നീട് ഇകായത്തും മിനല്ല എന്നാണ് എന്നൊക്കെ പിന്നീട് തിരുത്തിയെങ്കിലും, അതായത് അള്ള അങ്ങനെ പറഞ്ഞിരിക്കണു എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞതാണ് എന്നാണ് അവർ പറയുന്നത്. അല്ല അങ്ങനെ പറഞ്ഞു കുണിച്ചാൽ അല്ലല്ലേ അത് പറയണ്ടേ? CM മടവൂരാണോ പറയണ്ടേ? അപ്പോൾ ഇതുപോലെ ഈ മുസ്ലിയാക്കന്മാർ CM മടവൂരിനെ പോലെ, അതുപോലെ വേങ്ങര കോയപ്പാപ്പയെ പോലെയുള്ള ആളുകളുടെ പേരിൽ വളരെ മോശമായിക്കൊണ്ട് ഇല്ലാത്ത കള്ളക്കറാമത്തുകൾ കെട്ടിക്കൂട്ടി പറയുന്ന ആ ഒരു അവസരത്തിലാണ് നമുക്ക് അവരെയൊക്കെ കൂടുതലെടുത്ത് വിമർശിക്കേണ്ടി വന്നത്. ആ ഒരു പ്രതീകങ്ങളെയല്ല വിമർശിക്കുന്നത്, ഇവരുടെ മനസ്സിലുള്ള ആരാധ്യ വസ്തുക്കളെയാണ് നമ്മൾ വിമർശിച്ചിരുന്നത്. അതിന് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കിതാബുള്ളയും സുന്നത്ത് റസൂലുള്ളയും അല്ലാതെ മറ്റൊന്നും ഒരാളുടെ ഉദ്ധരണിയും ഒരാളുടെ വായ്പാട്ടുകളും ഇവിടെ നമ്മൾ ഒന്നിലേക്കും
തെളിവാക്കിയിട്ട് എടുക്കാറില്ല. CM മടവൂർ, ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന CM മടവൂരിനെ പോലെയുള്ള ആളുകൾ ഈ ലോകത്ത് നിന്ന് യാത്രയായപ്പോൾ ആ മനുഷ്യരെക്കുറിച്ചൊക്കെ വളരെ മോശമായിക്കൊണ്ടുള്ള ജൽപ്പനങ്ങളുമായിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ അവർ പിന്നീട് പറയുന്ന ചെറിയ വിവരക്കേട് പോലും, ഈ വിവരക്കേട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ കുരുപൊട്ടേണ്ടതില്ല. അവർ പറഞ്ഞത് അത് മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പിന്നീട് അതിന് ന്യായീകരണം വരുന്നത്. ഏത് സൗർ ഗുഹയിൽ വേറൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ സൗർ ഗുഹയുടെ ആ പാറ പിളർന്നുകൊണ്ട് കടലിലേക്ക് ഒരു വഴി വെച്ചു എന്നുള്ളതൊക്കെ. പിന്നെ അവിടെ പറഞ്ഞ ഒരു വാക്ക് അല്ലാഹു മഅന എന്ന് പറയുന്നു, അത് ആയത്താണടോ എന്ന് പറഞ്ഞിട്ട് പച്ചത്തെറി പറഞ്ഞുകൊണ്ടൊക്കെ ചില ആളുകൾ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പച്ചത്തെറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനാണടോ എന്ന് പറയുന്ന ആ സമയത്ത് അത്രയും മോശമായ, എനിക്കിവിടെ ഇരുന്ന് പറയാൻ കഴിയാത്ത അത്രയും മോശമായ തെറി പറഞ്ഞുകൊണ്ട് എന്തിനാണ് മനുഷ്യരെ നിങ്ങളിങ്ങനെ തിരുത്താൻ വരുന്നത്? അവിടെ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ആ വാക്ക് തന്നെയാണ്. അത് ഖുർആനിലുണ്ട് എന്ന് കരുതിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, എനിക്കെൻ്റെ റബ്ബുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റബ്ബുണ്ട് രക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ അത് അവിടെ മാത്രമല്ല സഹോദരന്മാരെ, ഈ മാരിഫത്ത്, അതാണ് മാരിഫത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ ആ വാക്കും, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞ ആ വാക്കും, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പരിവാരങ്ങളും കടലിനും ചെങ്കടലിനും ഫിർഔന്റെ പട്ടാളത്തിനും ഇടയിൽ കുടുങ്ങിയപ്പോഴുള്ള ആ മാരിഫത്ത് അത് തന്നെയാണ്. അല്ലാഹു മഅന, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ, അത് തവക്കുലാണ്, അത് വിശ്വാസത്തിൻ്റെ ആ ഒരു മാധുര്യം നുകർന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് ഹദീസിലും ഉണ്ട്, ഖുർആനിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഇത് ഇന്നലെയുള്ള വീഡിയോയ്ക്ക് വളരെ വളരെ മോശമായിക്കൊണ്ടുള്ള കമൻറ്റുകൾ വന്നു. പറയുവാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെല്ലാം അത് മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടി അള്ളാഹു നടത്തിക്കൊടുത്ത കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ വ്യക്തമായ റിവായത്തോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ സൗർ ഗുഹയിൽ നടന്ന കാര്യം അത് പുറത്തു പറയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഇവർ രണ്ടുപേരും വ്യക്തമായ സ്വഹീഹായ റിവായത്തോടെ സനദോടെ അങ്ങനെ ഒരു സംഭവം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മൗദൂആയിക്കൊണ്ടും അതുപോലെ തന്നെ ദഈഫായിക്കൊണ്ടും വരുന്ന ഹദീസുകൾ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചു എന്നുള്ളത് വിശ്വാസികൾക്ക് ആ ഒരു കാര്യം വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ബാധ്യതയുമില്ല എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഒരു വിശദീകരണം എന്നുള്ള ഒരു നിലക്ക് തന്നെയാണ്. നമ്മൾ AP അബൂബക്കർ മുസ്ലിയാരെയോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ ആ ശ്രേണിയിലുള്ള ഏതൊരു മുസ്ലിയാരെയും ഉസ്താദുമാരെയും ഒന്നും നമ്മൾ വ്യക്തിപരമായിക്കൊണ്ട് വിരോധം വെച്ചുകൊണ്ടോ വൈരാഗ്യം വെച്ചുകൊണ്ടോ വിമർശിക്കുന്നതല്ല. അവർ പറയുന്ന കാര്യങ്ങൾ അത് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ഷിർക്കിലേക്ക് വഴി നടത്തുന്ന വഴിവെക്കുന്ന കുറേ കാര്യങ്ങളിലേക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക്, ഖബർ വ്യവസായത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആർക്കെങ്കിലും അത് വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തവർ സഹിക്കേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.